ഫുട്ബോളിൽ ടീം ഡിസിപ്ലിൻ്റെ റോൾ എന്താണ്? ഫുട്ബോളിൽ ടീം ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഡിസിപ്ലിൻ ഒരു പ്ലെയറിന് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ വാപൂട്ടിയും ഉണ്ടായിരിക്കുക എന്നുള്ളതല്ല. കാരണം ഒരു സിസ്റ്റമാറ്റിക് രീതി ആ പ്ലെയറിനുണ്ടെങ്കിൽ ആ പ്ലെയർ കൃത്യസമയത്ത് വരുന്നു, പ്രാക്ടീസ് ചെയ്യാൻ വരുമ്പോൾ ജേഴ്സി, ഷിങ്കാർഡ്, ഈ സാധനങ്ങളെല്ലാം പെർഫെക്റ്റ്, വാട്ടറിനുള്ള വാട്ടർ ബോട്ടിൽ കയ്യിൽ, ഒരു സിസ്റ്റം ഉള്ള പ്ലെയറിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞത്. ഒരു പ്ലെയറിന് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഒരിക്കലും ആ ടീമിൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ ഈ ടീമിൻ്റെ ഭാഗമായി മാറണം. കാരണം ഫുട്ബോൾ തന്നെ പഠിപ്പിക്കുന്നത് നമുക്കൊരു ജീവിതശൈലി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ ജീവിതശൈലിയിൽ പ്ലെയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ലൈഫിലോട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പം ടീം ഡിസിപ്ലിൻ ഇല്ലാത്ത പ്ലേയേഴ്സിനെ നമുക്ക് ഒരിക്കലും ടീമിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ഒരു റെഡ് കാർഡ് മേടിക്കുക എന്നുള്ളതല്ല ഡിസിപ്ലിൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു കൾച്ചറിൻ്റെ ഭാഗമായി മാറുക, ആ ടീമിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമായി, ആ ടീമിൻ്റെ സ്പിരിറ്റ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും സക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ പ്ലേയേഴ്സും ടീമിൻ്റെ ഭാഗമാവാൻ ഡിസിപ്ലിൻ വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ വാക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഇങ്ങനെയായിരിക്കണം, ഒരു പെർഫെക്റ്റ് ഫുട്ബോൾ കരിയർ ലൈഫ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനം. അപ്പം നിങ്ങളെല്ലാം ഒരു ഡിസിപ്ലിനുള്ള പ്ലെയറായി മാറുക. ഫുട്ബോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ കാണാം. ഇസ് ബൈ ഫ്രം മരീഷ്. താങ്ക് യു.